അങ്ങനെ നമ്മുടെ സച്ചി രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സച്ചി രേവതിയോട് പറഞ്ഞു, എനിക്ക് പാർലർ എടുത്തിയുടെ ഗർഭത്തിൽ എന്തൊക്കെയോ ഒരു സംശയം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു, അതൊന്നും ഉണ്ടാവില്ല, ശ്രുതി എടുത്തി ശരിക്കും ഗർഭിണി തന്നെ ആവുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ ദേവു നമ്മുടെ രേവതിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി എടുത്തി ഗർഭിണിയല്ല, ഇങ്ങോട്ട് വന്നിരുന്നു, ഗൈനക്കോളജിയെ കാണാൻ വന്നിരുന്നു, അവർക്ക് വിശേഷം ഉണ്ടെന്നാ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞിട്ട് ഉണ്ട്, വിശേഷം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫോൺ വെക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ രവി ആണെങ്കിൽ നമ്മുടെ സുധീരുടെ അടുത്ത് വന്നിരുന്ന് പറയുന്നുണ്ട്, നീ ഒരു ധൈര്യത്തിലൊരു തീരുമാനം എടുക്ക്, അല്ലാതെ നമ്മുടെ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കേണ്ട, അല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയല്ല ചെയ്യാന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ചന്ദ്ര അത് കേട്ടുകൊണ്ട് വന്നിട്ട് പറയുന്നത്, നീ ധൈര്യത്തോടു കൂടിയൊക്കെ തീരുമാനം എടുത്തോ, പക്ഷേ ഒരു കാര്യം, ഞാൻ ഇവിടെ ഉണ്ടാവില്ല, ആ കള്ളത്തിൽ പറഞ്ഞതൊക്കെ ഇപ്പം നിങ്ങൾ വിശ്വസിച്ചിനാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി രേവതിയും വന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല അമ്മേ, നമ്മുടെ ശ്രുതിക്ക് ശരിക്കും ഗർഭമുണ്ട് ഇത്ര, അവൾ ദേവ് വിളിച്ചിരുന്നു, അവരവിടേക്ക് ചെന്നിരുന്നു ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ മനസ്സ് മുഴുവനും പിന്നെ ശ്രുതിയെ കാണണം എന്നൊക്കെയുള്ള വിചാരം വരുന്നുണ്ട്. എന്തായാലും രാത്രി ആവണ സമയത്ത് നമ്മുടെ ശ്രുതി വിളിക്കേണ്ടി എന്നിട്ട് പറയേണ്ടത്, എനിക്ക് നിന്നെ ഇപ്പം കാണണം എന്ന് പറയേണ്ടത്. ആ സമയത്ത് നമ്മുടെ ശ്രുതിയും പറഞ്ഞിട്ട്, എനിക്ക് ശ്രുതിയെ കാണാൻ ഒരുപാട് കൊതിയുണ്ട്, ഇപ്പം തന്നെ വരാൻ പറയേണ്ടത്. എന്തായാലും നമ്മുടെ ശ്രുതി മെല്ലെ ഒളിച്ചിട്ട് പാത്തിട്ടും നമ്മുടെ ശ്രുതിനെ കാണാൻ പോണ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ വന്ന് പിടിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതി ചന്ദ്രയോട് പറയേണ്ടത്, അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ കുട്ടിയെ സ്വപ്നം കണ്ടു, എനിക്ക് എന്തായാലും ശ്രുതിയെ ഇപ്പം കാണണം എന്ന് പറയേണ്ടത്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എന്തിനാ ഇപ്പോൾ പോയി കാണണം, നമുക്ക് അവളെ പോയി രാവിലെ കൂട്ടിക്കൊണ്ട് വന്നാലോ എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. ഈ ബഹളമൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതിയും സച്ചിയാണെങ്കിൽ നീട്ടു വരുന്നുണ്ട്. എന്തായാലും നാളെ ശ്രുതിനെ കൊണ്ടുവരാൻ പോവാണ്. എന്തായാലും നേരെ ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്കാവും. അവളെ കള്ളത്തരം മുഴുവനെ പൊളിച്ചടക്കും നമ്മുടെ സച്ചിൻ ചന്ദ്ര. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.